ഈ വീഡിയോ സ്ത്രീകൾ മാത്രം കാണുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് പുരുഷന്മാരും കാണണം. ഇത് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കോ സിസ്റ്റേഴ്സിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും വേണം. ഇതാണ് കെയർ ആൻഡ് സേഫ് സാനിറ്ററി പാഡ്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രത്യേകം നിർമ്മിച്ച യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് വെച്ചിട്ട് കെയർ ആൻഡ് സേഫ് സാനിറ്ററി പാഡ്സ് എന്തുകൊണ്ട് മറ്റ് പാഡിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, എങ്ങനെയാണ് ഹെൽത്തി ആവുന്നതെന്ന് കണ്ടുനോക്കാം. ഞാനിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പാഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കെയർ ആൻഡ് സേഫിന്റെ പാഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലോട്ടും ഞാൻ 60 ml വാട്ടറാണ് ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് ഏകദേശം പീരിയഡ്സിന് സമയത്ത് 7 ദിവസം കൊണ്ട് 50 to 80 ml ബ്ലഡ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 60 ml വാട്ടറാണ് ഇപ്പോൾ രണ്ടിലോട്ടും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തന്നെ നന്നായിട്ട് വെള്ളം പുറത്തേക്ക് വരുന്നു. കണ്ടോ, കൈയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് കെയർ ആൻഡ് സേഫ് ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് നോക്കാം. വെള്ളം ഒട്ടും തന്നെ പുറത്തേക്ക് വരുന്നില്ല, കൈ ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രത്തോളം ഹെൽത്തിയാണ് കെയർ ആൻഡ് സേഫ് എന്ന്. ഇനി അടുത്തത് 100% കോട്ടൺ ആണ് കെയർ ആൻഡ് സേഫിൻ്റെ സാനിറ്ററി പാഡ്സ്. അത് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടാൽ മനസ്സിലാവും. ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു സാനിറ്ററി പാഡാണ്. അത് പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ലെയറിലും പ്ലാസ്റ്റിക് ഉണ്ട്. അതുപോലെ അതിൻ്റെ അകത്തുള്ള ഒരു പഞ്ഞി കണ്ടോ, അതെന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അത് കണ്ടോ, പ്ലാസ്റ്റിക് ആണ്. ഇനി നമുക്ക് കെയർ ആൻഡ് സേഫ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഒട്ടും തന്നെ നനവില്ല, വെള്ളം താഴേക്ക് പോയിട്ടൊന്നുമില്ല. അത്രയും പ്രസ് ചെയ്തിട്ട് പോലും വെള്ളം നൂറി വരുന്നില്ല. ഇനി നമുക്കത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. 9 ലെയേഴ്സ് ഉണ്ട് ഈ ഒരു സാനിറ്ററി പാഡിന്. ഓരോ ലെയറും നമുക്ക് പേപ്പർ പോലെയാണ്. 100% കോട്ടൺ ആണ്. ഒരു പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെ പിച്ചി ചീന്തി കളയുകയൊക്കെ ചെയ്യാം. കണ്ടോ, അതിൻ്റെ ആ ഒരു അകത്തുള്ള ആ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടോ എത്രത്തോളം അത് അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഫുൾ ലെയർ ഞാനിതാ കീറി കളഞ്ഞിട്ടുണ്ട്. നമ്മളിതിനകത്തുള്ള ജെല്ല് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് 20 സെക്കൻഡ്സ് കൊണ്ട് തന്നെ അത്യാവശ്യം അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ള ജെല്ലാണെന്ന് തെളിയിച്ച് കഴിഞ്ഞു കേട്ടോ. ഇന്ത്യയിൽ സാനിറ്ററി പാഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബായിട്ടുള്ള ടെസ്റ്റെക്സിൽ 100% ഹെൽത്തി ആയിട്ടുള്ള പാഡ് കൂടിയാണ് ഈ കെയർ ആൻഡ് സേഫ്. ഇതാണ് കെയർ ആൻഡ് സേഫിൻ്റെ ആ ഒരു സാനിറ്ററി പാഡിൻ്റെ പാക്ക് കേട്ടോ. അത് 5 മാസത്തേക്കുള്ള പാക്കാണ്. നല്ല ലോക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉള്ള പാക്കാണ്. 5 മാസത്തേക്ക് നമുക്ക് ഈ ഒരു പാക്ക് മാത്രം മതി. 650 രൂപയാണ് ഈ ഒരു പാക്കിന് വരുന്നത് കേട്ടോ. 9 ലെയർ പ്രൊട്ടക്ഷൻ വരുന്ന ഈ ഒരു പാക്കിന് വെറും 650 രൂപയെ വരുന്നുള്ളൂ. ബ്ലൂ കളർ പാഡ് ഉണ്ട്, പിങ്ക് കളർ പാഡ് ഉണ്ട്, വൈറ്റ് കളർ പാഡ്. സാധാരണ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പാഡുകളൊക്കെ 20 mm തിക്നെസ് ആണ് വരുന്നത്. ഇത് 350 mm തിക്നെസ് ആണ്. ഈ ഒരു ബ്ലൂ കളർ പാഡ് കേട്ടോ. അത് ഹെവി ബ്ലീഡിംഗ് ഉള്ള സമയത്ത് യൂസ് ചെയ്യേണ്ടതാണ്. പിങ്ക് കളർ പാഡുകളാണെങ്കിൽ ഒരു മീഡിയം ബ്ലീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത്, വൈറ്റ് കളർ ആണെങ്കിൽ നോർമൽ ഡേയ്സിലൊക്കെ യൂസ്